ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് ക്രീക്കാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ദുബായ് ക്രീക്ക്. ആ ക്രീക്കിലോട്ട് നമ്മൾ വന്നത് മെട്രോ വഴിയാണ്. അതായത് ബനിയ സ്ക്വയറിൽ നിന്ന് കയറി ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള ക്രീക്കിൽ ഇറങ്ങി അവിടെ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി ബോട്ട് വഴി വേണം ഈ ക്രീക്കിലോട്ട് വരാൻ. ഏകദേശം അതിൻ്റെ ചാർജ് വരുന്നത് 2 ദിർഹമാണ്. നമുക്ക് മെട്രോ കാർഡുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ വരാം. അതല്ല ഈ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ടിക്കറ്റും കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും നമ്മളെ ബുർജ് ഖലീഫ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. ഇപ്പോൾ ബോട്ട് അവർ മെല്ലെ ഒന്ന് സ്ലോ ആക്കി. അപ്പോൾ നമുക്ക് 4 പുറം ഉള്ള കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമായി അവർ ബോട്ട് സ്ലോ ആക്കി. കാരണം അവിടെ അപ്പുറത്ത് വേറൊരു ബോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് പോയതിന് ശേഷം വേണം നമുക്ക് അവിടെ നമ്മളെ ബോട്ട് അവിടെ ലാൻഡ് ആവാൻ. നല്ല ഈവനിങ് ടൈം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഉച്ച ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഏകദേശം ഈവനിങ് ടൈമിൽ വരുമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ബോട്ട് ഇവിടെ ക്രീക്കിൽ ലാൻഡായി. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഇന്ന് സൺഡേ ആണ്. ആക്ച്വലി ഈ ടൈമിലൊക്കെ നല്ല തിരക്കുണ്ടാകേണ്ടതാണ്. ഇപ്പോൾ കാലാവസ്ഥ നല്ല ചൂടായത് കാരണം ആളുകൾ കമ്മിയാണ്. ഈവനിങ് ടൈമിൽ, അതായത് ഒരു 6, 7, 8 മണിക്ക് ശേഷമായിരിക്കും ഒന്നുകൂടി ആളുകൾ ഇവിടെ എത്തുക. ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ. നല്ല രസമായിട്ട് വൈബായിട്ട് ഇരിക്കാൻ പറ്റിയ ഏരിയയാണ്. ദുബായ് ഈ ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആളുകളുടെ തിരക്കുണ്ടാകലുണ്ട്. പക്ഷേ ഇന്ന് ഈ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് ആരെയും അങ്ങനെ തിരക്ക് കാണുന്നില്ല. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫ്രെയിമുണ്ട്. അതായത് ദുബായിലെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫ്രെയിം ഫോട്ടോ എടുക്കുന്ന പ്രേമികൾക്ക് ഒരുപാട് നല്ല ഫോട്ടോ സമ്മാനിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ഇങ്ങനെ രാത്രിയായി വരുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ. കാരണം 4 പുറം ലൈറ്റ്, ബിൽഡിങ്ങുകൾ, ബുർജ് ഖലീഫിൻ്റെ ആ ഒരു തിളക്കമാർന്ന ലൈറ്റുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ രാത്രിയാണ്, ഞാൻ പറഞ്ഞത്, രാത്രിയാണ് ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തിച്ചേരുക. അവിടെ ഇങ്ങോട്ട് വരാൻ ആൾറെഡി പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളുണ്ട്, ബോട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയിക്കഴിഞ്ഞാലാണ് ദുബായിയുടെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെയുള്ള നല്ല സൗന്ദര്യമായിട്ടുള്ള ബിൽഡിങ്ങുകളും ആനമുട്ടയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇങ്ങനെ സമ്മാനിക്കുന്നത് നല്ല കാഴ്ചകളാണ്. 4 പുറം നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബായിട്ട് നമുക്കവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് ആളുകൾ വരുന്നൊരു ഏരിയ കൂടിയാണിത്. അങ്ങനെ രാത്രിയായി. ഈ ബിൽഡിങ്ങുകളുടെ ഇടയിൽ നിന്ന് ഓരോ ആളുകളും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ ചെറുതായിട്ട് തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോകേണ്ട സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. കാരണം അവിടെ ബോട്ടിന് വരികയാണെന്നൊക്കെ നല്ല തിരക്കുണ്ട്. തിരിച്ചു പോകുന്ന ആളുകൾക്ക് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ടായിട്ടുള്ള ഈ ബോട്ടിൽ കയറി ഇരുന്ന് നമ്മൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ടിലെല്ലാവരും കയറിയ ശേഷം നമ്മൾ ബോട്ട് മെല്ലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി പോകേണ്ടത് ക്രീക്കിലെ മെട്രോ സ്റ്റേഷനിലോട്ടാണ്. ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വഴി നമുക്ക് ഗ്രീൻ ലൈനാണ് അത് വരുന്നത്. ഗ്രീൻ ലൈനിലൂടെ നമ്മൾ റൂം കാര്യങ്ങൾ വരുന്നത് ബനിയ സ്ക്വയറിലാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. ദുബായിയുടെ രാത്രി കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ നമ്മുടെ ക്രീക്ക് മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമായിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല ദുബായിയുടെ കാഴ്ചകളുമായിട്ട് ഞാൻ വരും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.